ജീവിതത്തിൽ എന്തു സംഭവിക്കുന്നു എന്നതിനേക്കാൾ അതിനോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും അതിൽ നിന്ന് നാം എന്ത് പാഠം പഠിക്കുന്നു എന്നതുമാണ് പ്രധാനം. ഇന്നലകളുടെ നൊമ്പരങ്ങളാവാം ഇന്നിൻ്റെ വിങ്ങലുകൾ. പക്ഷേ ആ വിങ്ങലുകൾ നാളെയുടെ പുഞ്ചിരികളാക്കാൻ കഴിയുന്നിടത്താണ് നിങ്ങളുടെ വിജയം. ആരും നിങ്ങളോടൊപ്പം നിൽക്കാത്തപ്പോൾ നിരാശപ്പെടരുത്. ചാണക്യൻ പറയുന്നു, എന്നെ വിട്ടു പോയവരോട് ഞാൻ നന്ദിയുള്ളവനാണ്. കാരണം എനിക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അവർ എന്നെ പഠിപ്പിച്ചു. ജീവിതപാതയിൽ സംഭവിച്ച വീഴ്ചകളാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവും നമ്മൾ ആരാണെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള അവസരവും. നിങ്ങളുടെ നോവുകൾ സത്യസന്ധമാണെങ്കിൽ കാലം അതിന് പകരം ചോദിക്കാതെ കടന്നുപോകില്ല. മറ്റുള്ളവരിൽ ആദരിക്കപ്പെടുന്ന നല്ലൊരു ജീവിതം നയിക്കുക. എങ്കിൽ വാർദ്ധക്യകാലത്ത് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരിക്കൽ കൂടി നല്ല ഓർമ്മകൾ ഉണ്ടാകും. പ്രതീക്ഷിച്ചതൊന്നും നടക്കാത്തതിൽ വിഷമിക്കരുത്. പകരം സന്തോഷിക്കുക. നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ മികച്ചത് ദൈവം തരും. പ്രചോദനം സ്വയം കണ്ടെത്തുന്നതിനുള്ള ഒരു ഉറവിടം മാത്രമാണ് മോട്ടിവേഷണൽ സ്പീക്കറുകൾ. ശുഭാപ്തി വിശ്വാസിക്ക് മാത്രമേ എല്ലാ ബുദ്ധിമുട്ടുകളിലും അവസരം കണ്ടെത്താൻ കഴിയൂ. മങ്ങിയ വെളിച്ചത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ കാഴ്ചയെ പ്രകാശപൂരിതമാക്കാൻ നിങ്ങൾക്ക് കുറച്ച് പ്രചോദനം ആവശ്യമാണ്. തെറ്റ് ചെയ്തവരായിരിക്കില്ല ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരായിരിക്കും പലപ്പോഴും ക്ഷമ ചോദിച്ച് ആദ്യമെത്തുക. എവിടെയൊക്കെയോ നീ തോറ്റു എന്ന് കരുതി നീ വിഷമിക്കേണ്ട. കറുത്ത കൽക്കരിക്ക് വെട്ടിത്തിളങ്ങുന്ന വജ്രമായി മാറുന്ന ഒരു സമയമുണ്ട്. ഒന്നിനും തിരക്ക് കൂട്ടരുത്. സമയമാകുമ്പോൾ അത് സംഭവിക്കും. സമ്പത്തല്ല, സമാധാനമാണ് മനുഷ്യജീവിതം സന്തോഷകരമാക്കുന്നത്. സ്നേഹവും കരുതലുമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ജീവിതത്തിൽ ആരെയും വില കുറച്ച് കാണരുത്. ഓർക്കുക, നിലച്ചുപോയ ഘടികാരവും ദിവസത്തിൽ 2 പ്രാവശ്യം നമുക്ക് സമയം കാണിച്ചു തരുന്നു. നിങ്ങൾ കാത്തിരിക്കുമ്പോൾ സമയം മന്ദഗതിയിലാണ്. നിങ്ങൾ വൈകുമ്പോൾ സമയം വേഗത്തിലാണ്. നിങ്ങൾ സങ്കടപ്പെടുമ്പോൾ സമയം മാരകമാണ്. നിങ്ങൾ സന്തോഷവാനായി ഇരിക്കുമ്പോൾ സമയം കുറവാണ്. നിങ്ങൾ വേദനിക്കുമ്പോൾ സമയം അനന്തമാണ്. നിങ്ങൾക്ക് വിരസത അനുഭവപ്പെടുമ്പോൾ സമയം വളരെ നീണ്ടതാണ്. ഓരോ തവണയും സമയം നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ വികാരങ്ങളാലും മാനസികാവസ്ഥകളാലുമാണ്, അല്ലാതെ ക്ലോക്കുകളല്ല. അതിനാൽ എപ്പോഴും നിങ്ങൾ നല്ല സമയം ആസ്വദിക്കുക. മൗനം ഒരു ഭാഷയാണ്. ചിലപ്പോഴൊക്കെ അതിനർത്ഥം ദേഷ്യം എന്നാണ്, ചിലപ്പോൾ സ്നേഹം എന്നും. ചില മൗനങ്ങൾ മടുത്തു എന്ന ഏറ്റുപറച്ചിലാണ്. ഇടയ്ക്കൊക്കെ മൗനം എന്നാൽ നീ തന്നെ മിണ്ടിത്തുടങ്ങണമെന്ന വാശിയാണ്. മൗനത്തിന് ഇങ്ങനെ 1000 അർത്ഥങ്ങളാണ്. മനസ്സ് അറിയുന്നവർക്ക് എളുപ്പം വായിച്ചെടുക്കാൻ കഴിയുന്ന ലിപിയില്ലാത്ത ഭാഷയാണ് മൗനം എന്ന് പറയുന്നത്. ചിലപ്പോൾ ചില തെറ്റായ തീരുമാനങ്ങളാകാം നമ്മെ കൃത്യമായ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കുന്നത്. നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തിരിച്ചും അയാൾക്ക് നിങ്ങളെ ഇഷ്ടമുണ്ടോ എന്നറിയാൻ നിങ്ങൾ അയാൾക്ക് മുന്നിൽ പുഞ്ചിരിക്കാതെ കടന്നുപോവുക. ഓർക്കുക, നിങ്ങളെ ജയിപ്പിക്കുവാനും തോൽപ്പിക്കുവാനും കഴിവുള്ള ഒരാളെ ഈ ലോകത്തുള്ളൂ. അത് നിങ്ങൾ തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ നിങ്ങളുടെ ഹൃദയത്തെ മറികടക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്ക് ആവശ്യമായ പ്രചോദനം നിങ്ങൾക്കുള്ളിൽ കണ്ടെത്തുക. കാരണം അവസാനം നിങ്ങളല്ലാതെ മറ്റാരുമില്ല എന്നോർക്കുകയും ചെയ്യുക. ഇന്നലകളെ ഓർത്തുകൊണ്ട് ജീവിക്കരുത്. നാളെക്കുറിച്ച് സ്വപ്നം കാണുകയും അരുത്. ഇന്നിൽ മാത്രം നിങ്ങളുടെ സർവ്വശ്രദ്ധയും കേന്ദ്രീകരിക്കുക. ഒരു വ്യക്തിയെ തന്നിലേക്ക് ആകർഷിക്കുന്ന ഒരു യഥാർത്ഥ കാന്തം ലോകത്തുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ പെരുമാറ്റവുമാണ്. നിങ്ങളെ താഴെയിറക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ എന്നത്തേക്കാളും ശക്തമാക്കുന്ന എന്തെങ്കിലും ഒന്ന് ഉണ്ടാകും. എല്ലാം നമ്മുടെ മനസ്സിൻ്റെ പ്രതിഫലനം ആണെന്നിരിക്കെ എല്ലാറ്റിനെയും നമ്മുടെ മനസ്സുകൊണ്ട് മാറ്റുവാൻ നമുക്ക് സാധിക്കുന്നതാണ്.
സ്നേഹിക്കുക, എന്നാൽ നിങ്ങളുടെ ഹൃദയത്തെ ദുർവിനിയോഗം ചെയ്യാൻ ആരെയും അനുവദിക്കാതിരിക്കുക എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. യഥാർത്ഥ സമ്പന്നൻ കൈനിറയെ പണമുള്ളവനല്ല, മനസ്സ് നിറയെ സമാധാനമുള്ളവനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ചുറ്റും നോക്കിയാലും മുന്നോട്ടു പോകാനാവില്ല. വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകും. നേരെ മാത്രം നോക്കുക. ലക്ഷ്യം അവിടെയാണ്. നമ്മൾ കാണുന്ന സ്വപ്നങ്ങളും അവിടെയാണ്. നമ്മൾ ആർക്കുവേണ്ടിയാണ് സാക്രിഫൈസ് ചെയ്യുന്നത്? അവർ വളർന്നു കൊണ്ടേയിരിക്കും. കുറേ വർഷം കഴിഞ്ഞ് അവർ നമ്മളോട് ചോദിക്കും, നീ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളത്. സ്വാഭിമാനം നഷ്ടപ്പെടുത്തി ബന്ധങ്ങൾ നിലനിർത്തുന്നതിനേക്കാളും തനിയെ നിൽക്കുന്നതാണ് അന്തസ്സ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആരെയും കൂടുതൽ സ്നേഹിക്കാനോ കൂടുതൽ അടുപ്പവും കരുതലും കൊടുക്കാനോ പോകരുത്. കാരണം എത്ര മൂല്യമുള്ളതാണെങ്കിലും വെറുതെ കിട്ടുമ്പോൾ അത് വില കുറച്ചു കാണുന്ന സ്വഭാവം മനുഷ്യനുണ്ട്. ഒരാളുമായി യഥാർത്ഥ ബന്ധം നിലനിർത്താൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവരെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുക. അല്ലാതെ അവരെക്കുറിച്ച് കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ അല്ല വിശ്വസിക്കേണ്ടത്. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ, കുറച്ചു വിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങൾ മറ്റൊരാളുടെയും മുന്നിൽ തലകുനിക്കേണ്ടി വരില്ല എന്നതാണ് സത്യം. ലോകത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരാണ് ജീവിതവും സമയവും. ജീവിതം സമയം നന്നായി ഉപയോഗിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. സമയം നമ്മെ ജീവിതത്തിൻ്റെ മൂല്യം പഠിപ്പിക്കുന്നു. ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ ചെയ്തു തീർത്തില്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു ലഭിക്കാത്ത വിലപ്പെട്ട സമയമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്നോർക്കണം. ഒന്നിനു മുന്നിലും പരാജയപ്പെട്ടിട്ടില്ല എന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഒരു പരാജയത്തിലും തളർന്നിട്ടില്ല എന്നുള്ളത്. പറക്കാൻ ചിറകുകൾ വേണമെന്നില്ല, ഉള്ളിൽ ഒരു ആകാശം ഉണ്ടായാലും മാത്രം മതി. പരാജയം നിങ്ങളെ മറികടക്കാൻ അനുവദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുകയില്ല എന്നതാണ് വാസ്തവം. ഉയർന്ന മൂല്യമുള്ള പെൺകുട്ടികളുടെ ലക്ഷണങ്ങൾ: 1. ഹൈ ക്വാളിറ്റി വുമൺ അവരുടെ പുരുഷന്മാരെ സ്വയം മെച്ചപ്പെടുത്താൻ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. 2. ഈ തരത്തിലുള്ള സ്ത്രീകൾ നിങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യമാണെങ്കിലും സത്യം തുറന്ന് നിങ്ങളോട് പറയും. 3. സ്ത്രീകൾ വളരെയധികം ബഹുമാനത്തോടു കൂടെ ആയിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത്. 4. ഇത്തരത്തിലുള്ള സ്ത്രീകൾ ഒരിക്കലും നിങ്ങൾക്ക് അസൂയ തോന്നുന്ന തരത്തിലുള്ള ഒരു കാര്യവും ചെയ്യില്ല. അർത്ഥശൂന്യമായ 1000 വാക്കുകളേക്കാൾ മികച്ചതാണ് ആശ്വാസം നൽകുന്ന ഒരു വാക്ക്. നീ അത് ചെയ്യാം, അതുമാത്രം, ഇപ്പോഴും, അല്ലെങ്കിൽ വെറും കുറച്ചു ദിവസങ്ങളിൽ നിന്നും നിനക്ക് തിരിച്ചറിയുന്നതാണ്. നിങ്ങൾ മിക്കവാറും ഉപേക്ഷിക്കുമ്പോൾ അവസരം ലഭിച്ചാൽ നിങ്ങൾക്ക് മികച്ചതാക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുക. ക്ഷമയോടെ ഇരിക്കൂ. ശരിയായ നിമിഷത്തിൽ എല്ലാം നിന്നിലേക്ക് എത്തുക തന്നെ ചെയ്യും. നഷ്ടപ്പെടുവാൻ ഒന്നും സ്വന്തമായിരുന്നില്ല എന്ന തിരിച്ചറിവിലാണ് ഓരോ ബുദ്ധനും ജനിക്കുന്നത്. ഒരു സ്ത്രീ ഏതൊരു പുരുഷനിലേക്കും യാന്ത്രികമായി ആകർഷിക്കപ്പെടുന്ന 2 സ്വഭാവങ്ങളാണ്: ഏതു കാര്യങ്ങൾക്കും മുൻകൈയെടുക്കുകയും അതിൽ സ്ഥിരത പുലർത്താൻ കഴിയുന്നതും, പിന്നെ ഒരു സംഭാഷണത്തിന് തുടക്കം നൽകാൻ ആർജവം കാണിക്കുന്നതുമാണ്. ആളുകൾ ഇഷ്ടപ്പെടാൻ വേണ്ടി മാത്രം നിങ്ങൾ മാറരുത്. നിങ്ങൾ നിങ്ങളായിരിക്കുക. ശരിയായ ആളുകൾ യഥാർത്ഥമായി നിങ്ങളെ ഇഷ്ടപ്പെടും. നിങ്ങൾ ആർക്കെങ്കിലും അവർ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ കരുതലും സ്നേഹവും കൊടുത്താൽ നിങ്ങൾ വിചാരിക്കുന്നതിൽ കൂടുതൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. സന്തോഷം തേടി മറ്റുള്ളവരുടെ പിറകെ പോയി സ്വയം വേദനിക്കുന്നതിനേക്കാൾ നല്ലത് ഉള്ള സങ്കടങ്ങളുമായിട്ട് തനിയെ നടക്കുന്നതാണ്. സ്വയം കഴിവില്ലെന്നും ജീവിതത്തിൽ ഒന്നുമാകാൻ കഴിയില്ലെന്നും സ്വയം തോന്നുകയാണെങ്കിൽ അത് തീർച്ചയായും ഒരു കള്ളമാണ്.
ആരോടും സ്വയം വിശദീകരിക്കരുത്. കാരണം നിങ്ങളെ വിശ്വസിക്കുന്ന വ്യക്തിക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളെ ഇഷ്ടമാണെന്ന് അഭിനയിക്കുന്ന വ്യക്തി അത് ഒരിക്കലും നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുകയും ഇല്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.